ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ EVSലെ ദ വണ്ടർ വേൾഡ് ഓഫ് ബേർഡ്സ് അഥവാ പക്ഷികളുടെ കൗതുക ലോകം എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കാണുന്ന പക്ഷികളുടെ പേരെഴുതുക. റൈറ്റ് ദ നെയിംസ് ഓഫ് സം ബേർഡ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി. ഏതൊക്കെ നമുക്ക് എഴുതാം? കാക്ക, തത്ത, മൈന, മരംകൊത്തി, പൊന്മാൻ, കുരുവി, കൊക്ക്, പ്രാവ്. ഇതിന് ഇംഗ്ലീഷ് മീഡിയം ക്രോ, പാരറ്റ്, മൈന, വുഡ്പെക്കർ, കിങ്ഫിഷർ, സ്പാരോ, ക്രെയിൻ, പീജിയൻ. കൂട്ടുകാർക്ക് കൂടുതൽ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. പക്ഷികളുടെ പൊതു സവിശേഷതകൾ എന്തെല്ലാം? വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്? പക്ഷികളുടെ പൊതു സവിശേഷതകൾ, കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്. എന്തൊക്കെ എഴുതാം? ശരീരത്തിൽ തൂവലുകളുണ്ട്. പിന്നെന്താണ്? പക്ഷികൾ മുട്ടയിടുന്ന ജീവിയാണ്. അതുപോലെ തന്നെ ചിറക്, വാൽ, കൊക്ക് എന്നിവയുണ്ട്. ശബ്ദം കൊണ്ട് പല പക്ഷികളെയും തിരിച്ചറിയാം. പിന്നെയോ മിക്ക പക്ഷികൾക്കും പറക്കാൻ സാധിക്കും. പക്ഷികൾക്ക് 2 കാലുകളുണ്ട്. ഇവ ഇര തേടാൻ സഹായകമാകുന്നു. പിന്നെന്തൊക്കെ എഴുതാം? മുട്ടയിടാൻ പക്ഷികൾ കൂടുണ്ടാക്കുന്നു. പക്ഷികൾ ഇര തേടുന്നു. കുഞ്ഞുങ്ങൾക്ക് തീറ്റ നൽകുന്നു. മരക്കൊമ്പിലിരുന്നവയ്ക്ക് ഉറങ്ങാൻ സാധിക്കുന്നു. ഇതിന് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. They have feathers in their body. Birds lay eggs. Then they have wings, tail and beak. It is easy to identify many birds from their sounds. Most birds can fly. Birds have 2 legs which help them to catch prey. Birds build nests to lay eggs. Then birds prey and feed the young ones. They can perch on the branches of trees and sleep. ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, then നെക്സ്റ്റ് നോക്കാം. പറക്കാൻ സാധിക്കാത്ത പക്ഷികളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. ഫസ്റ്റ് മലയാളം മീഡിയം നോക്കാം. പരിണാമത്തിലൂടെ പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട പക്ഷികളാണ് പറക്കാത്ത പക്ഷികൾ. ഇവയുടെ ചിറകിലുള്ള അസ്ഥികൾ ചെറുതായിരിക്കും. ചിറകുകളുടെ ചലനത്തിന് ആവശ്യമായ പേശികൾക്ക് ബലം കുറവായിരിക്കും. പറക്കുന്ന പക്ഷികൾക്ക് പൊള്ളയായ എല്ലുകളും ഇളം അസ്ഥിക്കൂടവുമായിരിക്കും ഉണ്ടാവുക. എന്നാൽ പറക്കാൻ കഴിയാത്ത പക്ഷികൾക്ക് ബലമേറിയ അസ്ഥിക്കൂടവും എല്ലുകളുമാണുള്ളത്. ഒട്ടകപ്പക്ഷിയെ പോലെ ചിലരുടെ കാലുകൾ ബലമേറിയതാണ്. ചിലരുടെ കാലുകൾ നീന്താൻ സഹായിക്കും. ദ്വീപുകളിലും ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിലുമാണ് പ്രധാനമായും പറക്കാൻ കഴിയാത്ത പക്ഷികളെ കാണാൻ സാധിക്കുന്നത്. then ഇംഗ്ലീഷ് മീഡിയം നോക്കാം. Flightless birds are birds that have lost the ability to fly through evolution. The muscles and needed for the movement of the wings have less strength. Flying birds have hollow bones and young skeletons, but flightless birds have strong skeletons and bones. Some have legs as strong as an ostrich. Some of them have legs which help them to swim. Then flightless birds are mainly found on islands and inhabited areas. Okay, then next നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പക്ഷികൾ എവിടെയെല്ലാമാണ് കൂടൊരുക്കുന്നത്? വേർ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്? എവിടെയെല്ലാമാണ്? അതെ, മരച്ചില്ലകളിൽ, മരപ്പൊത്തിൽ, മാളത്തിൽ, കെട്ടിടത്തിൽ, മുളങ്കൂട്ടത്തിൽ, ഇലമടക്കുകളിൽ, പാറയിടുക്കുകളിൽ, ജലോപരിതലങ്ങളിൽ. ഇതിന് ഇംഗ്ലീഷ് മീഡിയം. ഇൻ ദ ഹോളോസ് ഓഫ് ട്രീ ട്രാങ്ക്സ്, ഇൻ ബിറ്റ്വീൻ ദ ബ്രാഞ്ചസ് ഓഫ് ട്രീസ്, ഓൺ ദ ബിൽഡിംഗ്സ്, among bamboo thickets, in burrows among the crevices of rocks, then pits made on ground, on floating twigs, among the litter lying on the floor. ഓക്കെ, then നെക്സ്റ്റ് നോക്കാം. എന്തെല്ലാം ഉപയോഗിച്ചാണ് പക്ഷികൾ കൂടൊരുക്കുന്നത്? എന്തെല്ലാമാണ്? വാട്ട് മെറ്റീരിയൽസ് ഡു ബേർഡ്സ് യൂസ് ടു ബിൽഡ് ദെയർ നെസ്റ്റ്? നാരുകൾ, ദെൻ ഉണങ്ങിയ കമ്പുകൾ, ഇലകൾ, തുണിക്കഷ്ണങ്ങൾ, തൂവലുകൾ, മണ്ണ്, അതായത് ഫൈബർ, ഡ്രൈ ട്വിഗ്സ്, ലീവ്സ്, പീസസ് ഓഫ് ക്ലോത്ത്, ഫെതേഴ്സ് ആൻഡ് സോയിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദെൻ എന്തിനു വേണ്ടിയാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? വൈ ഡു ബേർഡ്സ് മേക്ക് നെസ്റ്റ്?
എന്തിനൊക്കെയാണ്? യെസ്, മുട്ടയിടാനും കുഞ്ഞുങ്ങളെ പരിപാലിക്കുവാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനുമാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്. ബേർഡ്സ് ബിൽഡ് നെസ്റ്റ് ഇൻ ഓർഡർ ടു ലേ എഗ്സ്, to near the chicks and for protecting themselves from enemies and from changes in the climate. ഓക്കെ, ദെൻ കൂടുണ്ടാക്കാത്ത പക്ഷിയുണ്ടോ? അവ മുട്ടയിടുന്നത് എവിടെയാണ്? ഡു ഓൾ ബേർഡ്സ് മേക്ക് നെസ്റ്റ്? ഇഫ് നോട്ട്, വേർ ഡു ദേ ലേ എഗ്സ്? സ്വന്തമായിട്ട് കൂടുണ്ടാക്കാത്ത പക്ഷിയിൽ ആരാണ് കൂട്ടുകാരേത്? അതേ, കുയിലാണല്ലേ. അതായത് സ്വന്തമായി കൂടുണ്ടാക്കാത്തതും കുഞ്ഞുങ്ങളെ വളർത്താത്തതുമായൊരു പക്ഷിയാണ് കുയിൽ. കാക്കയുടെ കൂട്ടിലാണ് കുയിൽ മുട്ടയിടുന്നത്. മറ്റു ചില പക്ഷികളും കൂടുണ്ടാക്കാറില്ല. അവ പക്ഷികൾ ഉപേക്ഷിച്ചു പോയ കൂട്ടിൽ മുട്ടയിടും. ദ കുക്കു ഈസ് എ ബേർഡ് വിച്ച് ഡസ് നോട്ട് ബിൽഡ് നെസ്റ്റ് ആൻഡ് റെയർ യങ് വൺ ഇറ്റ്സ് ഓൺ. ദ ലെഗ്സ് ഇൻ ദ നെസ്റ്റ് ഓഫ് ക്രോ. There are also a few birds which do not make their own nest. They use nests abandoned by the other birds to lay eggs. ഗ്രേറ്റ് ഹോൺബിൽ അഥവാ മലമുഴക്കി വേഴാമ്പലിനെ കുറിച്ച് ഒരു ലഘുക്കുറിപ്പ് നോക്കാം. കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. മലകളിൽ പ്രതിധ്വനിക്കാറുള്ള ശബ്ദവും ഹെലികോപ്റ്ററിനോട് സമാനമായ ചിറകടിയൊച്ചയുമാണ് ഇവയ്ക്ക് മലമുഴക്കി എന്ന പേര് സമ്മാനിച്ചത്. ഇവ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പക്ഷി വിഭാഗമാണ്. ഈ പക്ഷിയുടെ ആയുസ് ഏകദേശം 50 വർഷമാണ്. കേരളത്തിലെ നെല്ലിയാമ്പതി, അതിരപ്പള്ളി, വാഴച്ചാൽ, ചെന്തുരുണി കാടുകളിലും മലമുഴക്കി വേഴാമ്പലിനെ കാണാറുണ്ട്. മറ്റു പക്ഷികളിൽ നിന്നും വ്യത്യസ്തമായി വേഴാമ്പലിന് ജീവിത അവസാനം വരെ ഒരു ഇനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൂട്ടിനുള്ളിലെ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും തീറ്റ തേടി അലഞ്ഞ് അവ പകർന്നു കൊടുക്കുകയാണ് ആണിൻ്റെ ജോലി. ചുരുങ്ങിയത് 50 അടിയെങ്കിലും ഉയരത്തിലുള്ള വൃക്ഷത്തിലാണ് കൂടുകൾ. പല വൃക്ഷങ്ങളുടെയും വിത്തുകൾ വിതരണം ചെയ്യുന്നത് കൊണ്ട് കാട്ടിലെ കർഷകൻ എന്ന പേരും വേഴാമ്പലിനുണ്ട്. then English medium നോക്കാം. The Great Hornbill is a state bird of Kerala and Arunachal Pradesh. They are nicknamed Malamurakki because of the echoing sound and the strong wings of helicopter flying. These are endangered bird species. The lifespan of this bird is about 50 years. The hornbill is also found in the forest of Nelliyambadi, Adirapalli, Vazhachal and Chendurni in Kerala. Unlike other birds, hornbills have only one mate of the rest of their lives. The male job is to roam in search of food for the babies and the mother. The nests are in the tree of at least 50 feet high. The hornbill is also known as the farmer in the forest because it distributes the seeds of many trees. Okay, the next നോക്കാം. ദേശാടന പക്ഷികൾ, മൈഗ്രേറ്ററി ബേർഡ്സ്. ഭക്ഷണം, പ്രജനനം, പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൽ എന്നിവയ്ക്കായി ചില ഇനം പക്ഷികൾ കൂട്ടത്തോടെ ഒരു സ്ഥലത്ത് നിന്ന് ദൂരദേശത്തേക്കും അവിടെ നിന്ന് തിരിച്ചും സഞ്ചരിക്കും. ഇത്തരം പക്ഷികളാണ് ദേശാടന പക്ഷികൾ. ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി വിഭാഗമാണ് ആർട്ടിക് ടേണുകൾ. ഏകദേശം 17,600 കിലോമീറ്ററോളം ദൂരം ഇവ സഞ്ചരിക്കാറുണ്ട്. പകൽ സൂര്യനെയും രാത്രികാലങ്ങളിൽ നക്ഷത്രങ്ങളെയുമാണ് ദിശ അറിയുന്നതിനായി ഇവ ഉപയോഗിക്കുന്നത്. നാഗമോഹൻ, വാലുകുലുക്കി പക്ഷി, മണൽപ്പുള്ളുകൾ, മഞ്ഞക്കിളി എന്നിവർ നമ്മുടെ രാജ്യത്ത് തന്നെ ദേശാടനം നടത്തുന്നവയാണ്. then English medium നോക്കാം. Some birds come from far off places in certain seasons. There are visitors who come from far off places, but they return before the monsoon in our country. They move from one place to another for food, reproduction and to overcome bad weather. They are known as migratory birds. The Arctic terns are the longest migrating bird species, covering the distance about 1,600 km. They are used to guide in sun during the day and stars at the night. Nagamohans, tailed birds, sand dunes and yellow parrots are some of the migratory birds in our country. Okay then next നോക്കാം.
ഇരപിടിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും സഹായിക്കുന്ന എന്തെല്ലാം ശാരീരിക പ്രത്യേകതകളാണ് പക്ഷികൾക്കുള്ളത്? ആകൃതി, വലുപ്പം, കാലുകൾ, ചിറകുകൾ തുടങ്ങിയവ സഞ്ചാരത്തിന് എങ്ങനെ സഹായിക്കുന്നു? വാട്ട് ആർ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് വിച്ച് എനാബിൾ ദ ബേർഡ്സ് ടു മൂവ് ആൻഡ് ടു ക്യാച്ച് പ്രേ? ഹൗ ഡു ഷേപ്പ്, സൈസ്, ലെഗ്സ്, വിങ്സ് എക്സെട്ര ഹെൽപ്പ് ബേർഡ്സ് ടു ഫ്ലൈ? നോക്കൂ, വെള്ളത്തിൽ ഇറങ്ങി ഇര തേടുന്ന പക്ഷികൾക്ക് നീളമേറിയ കാലുകളും കൊക്കുമുണ്ട്. ഉദാഹരണം ഏതാണ്? ആ കൊക്ക് അഥവാ കൊറ്റി. ദ വാട്ടർ വേഡിങ് ബേർഡ്സ് ഹാവ് ലോങ് ലെഗ്സ് ആൻഡ് ബീക്സ്. എക്സാമ്പിൾ ക്രെയിൻ. ദ നെക്സ്റ്റ് എന്ത് എഴുതാം? പറന്നു നിന്നുകൊണ്ട് പൂക്കളിലെ തേൻ കുടിക്കാൻ സാധിക്കുന്ന പക്ഷികൾക്ക് നീണ്ടു വളഞ്ഞ ചുണ്ടുണ്ട്. ഉദാഹരണം ഏതാണ്? തേൻകുരുവി. കൂട്ടുകാർ കണ്ടിട്ടില്ലേ? ഓക്കെ. Birds that can suck nectar from the flowers have long and curved beaks. Example, hummingbird. മരക്കൊമ്പിലിരുന്ന പഴങ്ങളും മറ്റും കൊത്തി തിന്നാൻ വളഞ്ഞതും കൂർത്തതുമായ ചുണ്ട്. ഉദാഹരണം തത്ത. There are birds that have curved and sharp beaks to help them eat fruits while perching on the branches of trees. Example, parrot. ഓക്കെ, ഇത് നെക്സ്റ്റ് പോയിന്റ് എഴുതാം. വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളുടെ ചിറകുകൾ നീളം കൂടിയവയും കണ്ണുകൾ കാഴ്ചയേറിയതുമായിരിക്കും. ഉദാഹരണം പരുന്ത്. ബേർഡ്സ് ദാറ്റ് ഫ്ലൈ വെരി ഹൈ ഇൻ ദ എയർ ഹാവ് ലോങ്ങർ വിങ്സ് ആൻഡ് ഷാർപ്പ് വിഷൻ. എക്സാമ്പിൾ ഈഗിൾ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആഹാര സമ്പാദനത്തിന് പരുന്തിനെ സഹായിക്കുന്ന ശാരീരിക പ്രത്യേകതകൾ എന്തെല്ലാം? വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഈഗിൾ ദാറ്റ് ഹെൽപ്പ് ഇറ്റ് ടു ക്യാച്ച് പ്രേ? എന്തൊക്കെയാണ്? മൂർച്ചയുള്ളതും ബലമേറിയതുമായ വളഞ്ഞ ചുണ്ടുപയോഗിച്ച് ഇരയെ കീറിമുറിക്കാൻ സാധിക്കുന്നു. ഇറ്റ് ഹാസ് എ സ്ട്രോങ്, ഷാർപ്പ് ആൻഡ് ഹുക്ക്ഡ് ബീക്ക് വിച്ച് ഹെൽപ്സ് ടു ടിയർ ദ ഫ്ലെഷ് ഓഫ് പ്രേ. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് എന്ത് എഴുതാം? വളരെ ബലമുള്ള കാലുകളുണ്ട്. ഇറ്റ് ലെഗ്സ് ആർ വെരി സ്ട്രോങ്. ഓക്കെ, ദെൻ കാലിലെ നഖങ്ങൾ വളഞ്ഞതും മൂർച്ചയേറിയതുമാണ്. ഇതുപയോഗിച്ച് ഇരയെ തൂക്കിയെടുക്കാനും തൻ്റെ നിയന്ത്രണത്തിലാക്കാനും സാധിക്കുന്നു. ഇറ്റ് ഹാസ് ഷാർപ്പ് കർവ്ഡ് ക്ലോസ്. ദേ ഹെൽപ്പ് ടു ഹോൾഡ് ദ പ്രേ ആൻഡ് കീപ്പ് ഇറ്റ് അണ്ടർ കൺട്രോൾ. ഓക്കെ, ദ നെക്സ്റ്റ് എഴുതാം. നീളമുള്ളതും ബലമേറിയതുമായ ചിറകുകൾ ഉപയോഗിച്ച് ഇരയുമായി വളരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്നു. ഇറ്റ് ഹാസ് ലോങ് ആൻഡ് സ്ട്രോങ് വിങ്സ് ടു ഫ്ലൈ ഹൈ ക്യാരിയിങ് ദ പ്രേ. ഓക്കെ, ദെൻ ഉയർന്ന കാഴ്ചശക്തി ഉള്ളതിനാൽ വളരെ താഴെയുള്ള ഇരയെപ്പോലും അനായാസം കണ്ടെത്താൻ സാധിക്കുന്നു. ദേ ഹാവ് ഷാർപ്പ് ഐസൈറ്റ്. ഇറ്റ് ഹെൽപ്സ് ദം ടു സീ ദ പ്രേ ഈസിലി. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കാം. പരിസ്ഥിതിക്ക് ഏറെ ഗുണം ചെയ്യുന്ന പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? പരിസ്ഥിതിക്കേറെ ഗുണം ചെയ്യുന്ന പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഡിക്രീസിങ് നമ്പർ ഓഫ് ബേർഡ്സ്? എന്തൊക്കെയാണ്? വർദ്ധിച്ച കീടനാശിനി പ്രയോഗം, ഇൻക്രീസ്ഡ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അതുപോലെ വേട്ടയാടൽ, ഹണ്ടിങ് ആൻഡ് പോച്ചിങ്. ഓക്കെ, ദെൻ മലിനീകരണം, പൊല്യൂഷൻ. ദെൻ നെക്സ്റ്റ് എന്ത് എഴുതാം? ഭക്ഷണത്തിനായുള്ള ഉപയോഗം, ബീയിങ് യൂസ്ഡ് ആസ് ഫുഡ്. ദെൻ വനനശീകരണം, ഡിഫോറസ്റ്റേഷൻ. ദെൻ കാട്ടുതീ, ഫോറസ്റ്റ് ഫയർ. എന്താണ്? കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച്. ദെൻ ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യതക്കുറവ്, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ദെൻ ടെലിഫോൺ ടവറുകളുടെയും കാറ്റാടി യന്ത്രങ്ങളുടെയും എണ്ണത്തിലെ വർധനവ്. ടെലിഫോൺ ടവറുകളുടെയും കാറ്റാടി യന്ത്രങ്ങളുടെയും എണ്ണത്തിലെ വർധനവ്. ദ റീസെന്റ് ഇൻക്രീസ് ഇൻ സെൽഫോൺ ടവേഴ്സ് ആൻഡ് വിൻഡ് മിൽസ്. ഇത് നെക്സ്റ്റ് നോക്കാം. പക്ഷികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ബേർഡ്സ്. ഹൗ ക്യാൻ വി ഡു ദാറ്റ്? എനിക്ക് എഴുതാം. വിനോദത്തിനായി പക്ഷികളെ വേട്ടയാടുന്നത് ഒഴിവാക്കുക, വനനശീകരണം അവസാനിപ്പിക്കുക, മലിനീകരണം നിയന്ത്രിക്കുക. പക്ഷികൾക്കും നമ്മെപ്പോലെ ഈ ഭൂമിയാൽ വസിക്കാൻ തുല്യ അവകാശം ഉണ്ടെന്ന മനോഭാവം വളർത്തിയെടുക്കുക. പിന്നെന്തെഴുതാം? പക്ഷികൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. ഓക്കെ, ഇതിന് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. വി ഷുഡ് സ്റ്റോപ്പ് ഹണ്ടിങ് ദ ബേർഡ്സ് ഫോർ ഫൺ. വി ഷുഡ് കൺട്രോൾ
pollution. We should stop deforestation. We should cultivate an attitude in ourselves that the birds have the right to live in this earth just as we do. Okay, then we should provide an atmosphere the birds can live without fear. ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കാം. അങ്ങാടിക്കുരുവികളുടെ എണ്ണത്തിൽ കുറവ് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഡിക്രീസിങ് നമ്പർ ഓഫ് ഹൗസ് സ്പാരോസ്? എന്തൊക്കെയാണ്? ഓടുമേൽക്കൂരകൾ മാറി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നതിനാൽ ഇവയ്ക്ക് കൂടൊരുക്കാൻ സ്ഥലം ലഭിക്കാതെയായി. ദ കോൺക്രീറ്റ് ബിൽഡിംഗ് ആസ് ഇറ്റ് റീപ്ലേസ് ദാറ്റ്സ് റൂഫ്സ് ഹാവ് റിഡ്യൂസ്ഡ് റെസ്റ്റിംഗ് പ്ലേസ് ഫോർ സ്പാരോസ്. ഓക്കെ ദെൻ ആധുനിക ഭക്ഷ്യ സംസ്കരണ രീതികൾ നിലവിൽ വന്നതിനാൽ ധാന്യങ്ങൾ ചോർന്ന് ലഭിക്കാതെയായി. ഒബ്റ്റെയിനിങ് ഫുഡ് ഗ്രെയിൻസ് ബിക്കെയിംസ് മീഗർ വിത്ത് അഡ്വെന്റ് ഓഫ് മോഡേൺ പ്രോസസ്സിംഗ് മെത്തേഡ്സ്. ഓക്കെ ദെൻ ഭക്ഷ്യവസ്തുക്കൾ കേടാകാതിരിക്കാനും നിറം നൽകാനും മറ്റുമായി ചേർക്കുന്ന അന്യവസ്തുക്കൾ ഇവയുടെ നാശത്തിന് കാരണമായി. ദ കെമിക്കൽ യൂസ്ഡ് ഫോർ പ്രിവെൻറ്റിംഗ് സ്പോയിൽഡ് ആൻഡ് കളറിംഗ് ഓഫ് ഫുഡ് എൻഡാഞ്ചേർഡ് ദ ബേർഡ്സ്. ഓക്കെ ദെൻ പരിസ്ഥിതി മലിനീകരണം അങ്ങാടിക്കുരുവികളുടെ വംശവർദ്ധനവിനെ ദോഷകരമായി ബാധിച്ചു. എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ അഡ്വേഴ്സ്ലി ഇഫക്റ്റഡ് ദ ബ്രീഡിംഗ് ഓഫ് ഹൗസ് സ്പാരോസ്. എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം വീടുകളിൽ പക്ഷികളെ വളർത്തുന്നത്? വൈ ഡു വി റേസ് ബേർഡ്സ് ഇൻ അവർ ഹോംസ്? എന്തിനൊക്കെയാണ്? അലങ്കാരത്തിന്, മുട്ടയ്ക്ക്, മാംസത്തിന്, വരുമാനത്തിന്, വളത്തിന്, വിനോദത്തിന്. അതായത് ഫോർ ഫാൻസി, ഫോർ എഗ്സ്, ഫോർ ഫ്ലഷ്, ഫോർ ഇൻകം, ഫോർ ഫെർട്ടിലൈസർ, ഫോർ എൻ്റർടൈൻമെൻറ്റ്. കേരൻ പക്ഷി നിരീക്ഷണക്കുറിപ്പ് എഴുതാം. തീയതി 14/10/2020. സമയം 9 AM. പക്ഷിയുടെ പേര് നാട്ടുതത്ത. കണ്ട സ്ഥലം മുറ്റത്തെ പേരമരത്തിൽ. ഇനി എന്തെഴുതാം? ശാരീരിക പ്രത്യേകതകൾ. കൊക്ക് എങ്ങനെയാണ്? മുകൾ ഭാഗത്ത് ചുവപ്പും കറുപ്പും നിറം. ദെൻ കാല്, ഓരോ പാദത്തിലും 4 വിരലുകളുണ്ട്. 2 എണ്ണം പുറകിലേക്കും 2 എണ്ണം മുന്നിലേക്കും. ദെൻ നിറം പച്ച. വാലെങ്ങനെയാണ്? നീളമുള്ള വാൽ ഏകദേശം 40 സെൻറ്റിമീറ്റർ വരും. മുകളിൽ നീല നിറം, അടിയിൽ മഞ്ഞ നിറം. ദെൻ ആഹാരം ധാന്യങ്ങൾ, പഴങ്ങൾ, കായ്കൾ. ദെൻ സഞ്ചാരം കൂട്ടമായി. ശബ്ദം മാധുര്യമുള്ളത്. ഇതിന് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ഡേറ്റ് 14/10/2020. ടൈം 9 AM. Name of the bird parrot. Place where it is seen on the guava tree. Peculiarities: beak. The upper part of the beak is red in color and the lower part is black. Then leg. Each leg has 4 claws, 2 forward and 2 backwards. Then color green in color. Then tail. It has a long tail with a length of about 40 cm. Its upper part is blue and the lower part is yellow. Then food: cereals, fruits and seeds. Okay, then mode of travel: they have in flock and live in communities. Voice: sweet. ഓക്കെ ദെൻ നമുക്ക് പക്ഷികളുടെ ശാരീരിക പ്രത്യേകതകളും അനുകൂലനങ്ങളും എഴുതാം. ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് അഡാപ്റ്റേഷൻസ്. പക്ഷികൾ വാൾക്കൊക്ക് കർല്യൂ. ശാരീരിക പ്രത്യേകതകൾ: നീണ്ടു വളഞ്ഞ കൊക്കുകൾ, ലോങ് ആൻഡ് ഡൗൺ കർവ്ഡ് ബീക്ക്. ദെൻ അനുകൂലനം: ജലാശയ തീരങ്ങളിലെ മണൽ, ചെളി എന്നിവയിൽ നിന്ന് മാളങ്ങളിൽ ഓടിയൊളിക്കുന്ന ചെറുജീവികളെ പോലും കൊക്കുപയോഗിച്ച് കൊത്തിയെടുക്കാൻ കഴിയുന്നു. Its beaks helps to catch worms and other deep burrowing prey. Okay, the next തേൻകുരുവി ഹമ്മിങ് ബേർഡ്. ചെറിയ കുഴൽ ആകൃതിയിൽ നീണ്ടു വളഞ്ഞ കൊക്ക്. ശാരീരിക പ്രത്യേകതകളിൽ എന്തൊക്കെ എഴുതാം? ചെറിയ കുഴൽ ആകൃതിയിൽ നീണ്ടു വളഞ്ഞ കൊക്ക്, ലോങ് നാരോ ആൻഡ് ട്യൂബ് ലൈക്ക് ബീക്ക്. ദെൻ അനുകൂലനം: പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ അനുയോജ്യമായ കൊക്ക്. പിന്നെ വായുവിൽ പറന്നു നിൽക്കാൻ കഴിയുന്നു. It helps them to feed on nectar from flowers. Then it can fly and stand in the air. Okay, then കാട്ടുതാറാവ് വൈൽഡ് ഡക്ക്. പറക്കുന്നതിന് അനുയോജ്യമായ ശരീരാകൃതി, നീണ്ടു പരന്ന ചിറകുകൾ. ബോഡി ഷേപ്പ് സ്യൂട്ടബിൾ ഫോർ ഫ്ലൈയിങ്, ലോങ് ഫ്ലാറ്റ് വിങ്സ്.
ഇരുവശമുള്ള കൂർത്ത ശരീര ആകൃതി വായുവിലൂടെ വേഗത്തിൽ നീങ്ങാൻ സഹായിക്കും. പിന്നെ എന്തൊക്കെ എഴുതാം ലഘൂകരണങ്ങളിൽ? പറക്കുമ്പോൾ മാത്രം വിരിക്കാൻ കഴിയുന്ന ചിറകുകൾ. പിന്നെയോ പറക്കുമ്പോൾ കാലുകൾ മടക്കി ഒതുക്കി വയ്ക്കാൻ കഴിയുന്നു. ഇതിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ നോക്കാം. ദ ഷാർപ്പ് ബോഡി ഷേപ്പ് ഓൺ ബോത്ത് സൈഡ്സ് അലൗ ടു മൂവ് ക്വിക്ലി ത്രൂ എയർ. Then can spread wings while only flying. Okay, then the legs can be folded down during flying. Okay, then വർണ്ണക്കൊക്ക് pelican. Okay, then physical features നോക്കാം. നീണ്ടു വലിയ കൊക്കുകൾ, long neck and long beak. Then adaptation, വെള്ളത്തിൻ്റെ ആഴത്തിൽ നിന്ന് പോലും മീൻ പിടിക്കാൻ കഴിയുന്നു. നീളമുള്ള കൊക്കുള്ളതിനാൽ തല വെള്ളത്തിൽ മുക്കാതെ തന്നെ ഇര പിടിക്കാൻ കഴിയുന്നു. ഹെൽപ്പ് ടു ക്യാച്ച് ഫിഷ് ഫ്രം അണ്ടർ ദ വാട്ടർ വിത്തൗട്ട് ഡീപ്പിംഗ് ഇറ്റ്സ് ഹെഡ് ഇൻ വാട്ടർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് താമരക്കോഴി, ബ്രോൺസ് വിങ്ഡ് ജക്കാന. നീണ്ട കാലുകളും നീണ്ട വിരലുകളും, ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷി. ഇവിടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇംഗ്ലീഷ് മീഡിയം, ലോങ് ലെഗ് ആൻഡ് വെരി ലോങ് ടോസ്. ഇറ്റ് ഈസ് ദ ബേർഡ് വിത്ത് ദ ലോങ്ങസ്റ്റ് ടോസ്. ഓക്കെ, ദെൻ അഡാപ്റ്റേഷൻ നോക്കാം. ജലനിരപ്പിലെ താമര ഇലകളിൽ ചവിട്ടി നടക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ദെൻ ഇറ്റ് ഹെൽപ്സ് ടു വർക്ക് ഓൺ ഫ്ലോട്ടിംഗ് ലീവ്സ്. ദെൻ മോതിരത്തത്ത, റോസ് റിംഗ്ഡ് പാരക്കീറ്റ്. ഓക്കെ, നമുക്ക് ഫേഴ്സ് നോക്കാം, ഫീച്ചേഴ്സ് നോക്കാം. മുന്നിലേക്കും പിന്നിലേക്കും വിരലുകൾ, കൂർത്ത വളഞ്ഞ നഖങ്ങൾ, ഫിംഗേഴ്സ് ഷാർപ്പൻ ടു ദ ഫ്രണ്ട് ആൻഡ് ബാക്ക്. ദെൻ അഡാപ്റ്റേഷൻ, വിരലുകൾ കൂട്ടിച്ചേർത്ത് മരക്കൊമ്പുകളിൽ ബലമായി പിടിച്ചിരിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ വളഞ്ഞ നഖങ്ങൾ ചെരിഞ്ഞ കമ്പിലും വീഴാതെ പിടിച്ചിരിക്കുവാൻ സഹായിക്കുന്നു. മൂർച്ചയുള്ള ബലമേറിയ ചുണ്ടുകൾ ഉപയോഗിച്ച് വിത്തുകളുടെ കട്ടിയേറിയ പുറന്തോടും അനായാസം പൊട്ടിക്കാം. Okay, help to get grip on the branches. Bend nails help to hold the sloping branches without falling. With sharp and strong beaks, it can easily crack the thick crust of the seeds. നമുക്ക് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ നോക്കാം. പക്ഷി സങ്കേതങ്ങൾ, ബേർഡ് സാങ്ച്വറീസ്, ജില്ല, ഡിസ്ട്രിക്ട്സ്. ഓക്കെ, കുമരകം ജില്ല കോട്ടയം. ദെൻ തട്ടേക്കാട് ജില്ല ഏതാണ്? എറണാകുളം. ദെൻ മംഗളവനം എറണാകുളം. കടലുണ്ടി മലപ്പുറം. പക്ഷിപാതാളം വയനാട്. അരിപ്പ തിരുവനന്തപുരം. ചൂലന്നൂർ പാലക്കാട്. പാതിരാമണൽ ആലപ്പുഴ. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററിനോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ നോക്കാം. ഫസ്റ്റ് കമൻറ്റ് നോക്കാം. സജിഷ രാജേഷ്, താങ്ക് യു. ദെൻ ലീല ജോർജ്, താങ്ക് യു ചേച്ചി. ദെൻ രേവതി വേണുഗോപാൽ, താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. ദെൻ സെക്കീന ടി ടീച്ചറെ, ടീച്ചർ 2/11/2020 ഓൺലൈൻ ക്ലാസ് വിട്ടില്ലല്ലോ, ഇന്ന് വിടുമോ പ്ലീസ് ടീച്ചർ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോറി ഡിയർ, നമുക്ക് PDF ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാത്തത്. ദെൻ സാൻബിയ ക്രാഫ്റ്റ്സ്. ദെൻ റുഷാദ് കൊടപ്പത്തൂർ, താങ്ക് യു മിസ്. ദെൻ ബേർഡ്സ് സൂപ്പർ ക്ലാസ് ടീച്ചർ, ഐ ആം മുസ്തഫ. ഓക്കെ, ഹായ് മുസ്തഫ. ദെൻ RJ വ്ലോഗ് സൂപ്പർ ക്ലാസ്. ദെൻ മുഹമ്മദ് സ്വാലിഹ് സൂപ്പർ ക്ലാസ്. ഓക്കെ, താങ്ക്സ് ഡിയർ. ദെൻ സെക്കീന ടി കമൻറ്റ് നോക്കുമ്പോൾ എൻ്റേത് പറയണേ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹായ് സെക്കീന. ദെൻ സുരേഷ് ചാപ്പു, ഹായ് പറയൂ സാനിയ. ഓക്കെ, ഹായ് സാനിയ. ദെൻ RJ വ്ലോഗ്, മൈ നെയിം ഈസ് റോണിഷ്. ഓക്കെ, ഹായ് റോണിഷ്. ദെൻ ഹബിഹ സിജു, സോറി ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഹബിഹ സിജു, സോറി. ഓക്കെ, ഇതൊക്കെയായിരുന്നു കൂട്ടുകാരെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.